ഈ ആനുകൂല്യങ്ങൾ കിട്ടാത്ത വിഭാഗങ്ങൾ ഇനിയുമുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് 16 മാസം പിന്നിടുന്നു. കുടിശ്ശികയായി ഓരോരുത്തർക്കും 25,600 രൂപയാണ് ലഭിക്കേണ്ടത്. അംഗങ്ങളിൽ ഭൂരിഭാഗവും നിത്യരോഗികളാണ്. 2023 ഏപ്രിൽ മുതൽ മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുണ്ട്. പെൻഷൻ ലഭിക്കാതെ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ തൊഴിലാളികൾ. സുനിഷ അയ്യലൂർ ചേരുന്നുണ്ട്. സുനിഷ, ഈ തൊഴിലാളികളും അനുഭവിക്കുന്ന ദുരിതം എങ്ങനെയാണ്? എന്താണ് ഇവരുടെ സ്ഥിതി? റോഷ്നി, ഇത് തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഈ പറയുന്നത് പോലെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായുള്ളവർക്കും പെൻഷൻ ലഭിച്ചിട്ട് 16 മാസം പിന്നിടുന്നു എന്നതാണ്. ഒരു വർഷത്തിലധികം കാലമായി ഈ പണം കിട്ടിയിട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇക്ബാൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നേരത്തെ പെൻഷൻ, ഒരു മാസത്തെ പെൻഷൻ തുക കൊണ്ട് ജീവിക്കുന്ന, മരുന്ന് വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ തന്നെയും ഇത്തരത്തിൽ 16 മാസമായി പെൻഷൻ തുക കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് എത്രത്തോളമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. പ്രധാനമായും ഈ ബോർഡിൽ ഈ 22 ലക്ഷത്തോളം അംഗങ്ങളാണുള്ളത്. അതിൽ 3.24 ലക്ഷത്തോളം അംഗങ്ങൾക്കും പെൻഷൻ തുക കിട്ടിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള കണക്ക് നോക്കിയാൽ കുടിശ്ശികയായി മാത്രം ഒരാൾക്ക് 25,600 രൂപയിലധികം നൽകാനുണ്ട് എന്നതാണ്. ഇതൊന്നും ലഭിക്കുന്നില്ല. ഈ പറയുന്നത് പോലെ നിരവധി ആളുകൾ നമ്മളോട് പറയുന്നത് നിത്യരോഗികളായ ആളുകളാണ്. അവർക്കൊന്ന് ഒരു മരുന്ന് വാങ്ങാൻ പോലും പണം കിട്ടുന്നില്ല, തുക ലഭിക്കുന്നില്ല എന്നതാണ്. ഈ പറയുന്ന നേരത്തെ തന്നെ ബോർഡ് അംഗങ്ങളിൽ നിന്ന് പ്രതിമാസം 50 രൂപയാണ് അംശാദായമായി വാങ്ങിക്കൊണ്ടിരുന്നത്. ഇനി നിലവിൽ മറ്റ് ആനുകൂല്യങ്ങൾ 2023 ഏപ്രിൽ മുതൽ തന്നെ മറ്റു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഇതേ രീതിയിൽ അവർ, അതായത് ബോർഡ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 830 കോടിയാണ് നിലവിൽ ഇപ്പോൾ നൽകാനുള്ളത്. 62 കോടിയോളം രൂപ പെൻഷന്റെ ഭാഗമായി തന്നെ ബോർഡിന് നൽകാനുണ്ട് എന്നതാണ്. പക്ഷെ അത് പ്രധാനമായും ബോർഡ് ഈ പണം പിരിക്കുന്നത് എന്ന് പറയുന്നത് സെസ് പിരിവുമായി, അതായത് ബിൽഡിംഗ് സെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ സെസ് മുടങ്ങിയതാണ് നിലവിൽ ഇപ്പോൾ ഈ തുക നൽകാനുള്ള ബുദ്ധിമുട്ട് എന്നതാണ്. ആളുകൾക്ക് മറ്റ് വിഭാഗങ്ങളുടെ കൂടി ദുരിതം അതിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. സുനിഷ, സമയപരിധി മൂലം ഇടപെടുകയാണ്.